ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ഈ വർഷത്തെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. എന്നെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വേണമെങ്കിൽ ടീച്ചറെ പരിചയപ്പെടുത്താം. ടീച്ചറിൻ്റെ പേര് ആതിരേ എന്നാണ്. നിങ്ങളുടെ സബ്ജക്റ്റുകളെല്ലാം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കുന്നത് ഈ വർഷം ടീച്ചറായിരിക്കും. അപ്പോൾ ആദ്യമേ പറയാം, ടീച്ചറിന് അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ടീച്ചറിനെ അറിയാവുന്ന ആളുകളായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്തായാലും ടീച്ചറിനോട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. യാതൊരു മടിയും അതിനകത്ത് വേണ്ട. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ടൈം ടേബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അല്ലേ, ഈ 3 ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ടീച്ചേഴ്സ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിട്ട് വീഡിയോ കാണിക്കുമ്പോൾ ആ സബ്ജക്റ്റ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വീഡിയോസ് കാണാനായിട്ട് ഇരിക്കാനായിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഓരോ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനായിട്ടോ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ടോ ടെക്സ്റ്റ് തന്നെ ഹോംവർക്ക് ചെയ്യാനായിട്ടോ ഒക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെൻസിൽ മാക്സിമം യൂസ് ചെയ്യുക. പേന നമുക്ക് തൽക്കാലം നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് കാര്യം ആണെങ്കിലും നോട്ട് ചെയ്യുമ്പോൾ പെൻസിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നിങ്ങളുടെ നോട്ട്ബുക്കും അതുപോലെ ടെക്സ്റ്റ് ബുക്കും. നോട്ട് ക്ലീൻ ആയിരിക്കണം എന്ന് വെച്ചുകൊണ്ട് ഒന്നും എഴുതാതിരിക്കണം എന്നല്ല അതിൻ്റെ മീനിങ്. എഴുതുന്ന കാര്യങ്ങൾക്ക് നല്ല നീറ്റ്നെസ് ഉണ്ടായിരിക്കണം അല്ലേ. വളരെ നല്ല രീതിയിൽ പെൻസിലും പേനയും ഒക്കെ നന്നായിട്ട് പിടിച്ച് വേണം അക്ഷരങ്ങളൊക്കെ എഴുതാൻ. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേണം ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ടെക്സ്റ്റ് സെമസ്റ്റർ ഫസ്റ്റ്, ഓക്കെ, സെം ഫസ്റ്റ് ടെക്സ്റ്റ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്തെ ആദ്യത്തെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു പോയമാണ് കേട്ടോ, പോയം. സോ ആ ഒരു ചാപ്റ്ററാണ് ടീച്ചർ ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയമാണ്. വലിയ പാഠമൊന്നുമില്ല. കേട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ആ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ പോയം തുടങ്ങുന്നതിന് മുന്നേ അതിന് തൊട്ട് മുമ്പേ ഒരു വാമപ്പ് ഉണ്ട് അല്ലെ, ഒരു ഫൺ ആക്ടിവിറ്റി പോലെ നിങ്ങൾക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. 2 സീബ്രയാണ് അല്ലേ, 2 സൈഡിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു സീബ്രയ്ക്ക് അടുത്ത സീബ്രയുടെ അടുത്തോട്ട് പോകണം അല്ലേ. അപ്പോൾ അതിന് റൂട്ട് മാപ്പ് പോലെ അല്ലേ, റൂട്ട് നമുക്കവിടെ റൂട്ട് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഒരു കൺഫ്യൂസിങ് ആണ് അല്ലേ മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് പതുക്കെ നോക്കി എന്ത് ചെയ്യുക, ഒന്ന് തിങ്കൊക്കെ ചെയ്ത് നന്നായിട്ട് ആലോചിച്ച് ഏത് വഴി പോയാലാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള സീബ്രയുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളത് നോക്കി പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ടീച്ചറിന് ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ഫസ്റ്റ് ടീച്ചർ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ഒരു ഹോംവർക്ക് പോലെ, ഹോംവർക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ, ഒരു ആക്ടിവിറ്റി. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, ടീച്ചറിൻ്റെ ഫോട്ടോ അയക്കാം. ദെൻ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആർ യു റെഡി? ഓക്കെ ആണോ? റെഡിയാണോ എല്ലാവരും? ഓക്കെ. ദെൻ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ സോറോ ദ സീബ്ര അല്ലെ, സോറോ എന്ന് പറയുന്ന സീബ്ര. ഇതിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ സീബ്ര അല്ലെ, അതായത് നമ്മുടെ സീബ്ര എന്ന് പറയുന്ന നമ്മളുടെ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. അപ്പോൾ പേരെന്ന് പറഞ്ഞാൽ സോറോ. എന്താണ് സോറോ? SORRO, സോറോ. സോറോ എന്ന് പറയുന്ന ഒരു സീബ്ര. അപ്പോൾ ആ ഒരു സീബ്രയെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ സോറോ എന്ന് പറയുന്ന സീബ്ര എന്ത് ചെയ്യുകയാണ്, ബസ് കയറി ഒരു ടൗണിൽ, അടുത്തുള്ള ഒരു ടൗണിലോട്ട് പോവുകയാണ്. ഓക്കെ. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ തനിക്ക് വളരെ മനോഹരിയായിട്ടുള്ള, വളരെ ദയയുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരോടെല്ലാം നല്ല സ്നേഹത്തോടെയും എന്താണ് വളരെയധികം സന്തോഷത്തോടു കൂടിയും ഒക്കെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന വളരെയധികം ഒരു കൈൻഡ് പറഞ്ഞ ദയയുള്ള ഒരു ബ്രൈഡ് അല്ലെ, ഒരു വധുവിനെ അല്ലെ, ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു വധുവിനെ അന്വേഷിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സോറോ എന്ന് പറയുന്ന സീബ്ര ബസ് കയറി പോകുന്നത്. അങ്ങനെ ബസ് കയറി പോകുമ്പോൾ ഒരു ഇമാജിനറി ടൗണിൽ എത്തിച്ചേരും. ഇമാജിനറി ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക പട്ടണം അല്ലെ, യഥാർത്ഥത്തിലുള്ള ഒരു പട്ടണമൊന്നുമല്ല, ജസ്റ്റ് നമ്മളൊരു പേര് കൊടുത്തുള്ളൊരു സ്ഥലം അല്ലെ. ആ സ്ഥലത്തിൻ്റെ പേര് മാരോ എന്നാണ്, MAROO, മാരോ. ഓക്കെ. അപ്പോൾ മാരോ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ടൗണിൽ എത്തിച്ചേരും. അവിടെ ഒരു ബേക്കറിയിൽ കയറും. ഓക്കെ. അങ്ങനെ ആ ബേക്കറിയിൽ കയറി കഴിയുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സീബ്ര വേറൊരു പെൺ സീബ്രയെ കണ്ടുമുട്ടും. അപ്പോൾ തൻ്റെ സങ്കല്പത്തിനടുത്തുള്ള കാണാൻ
ആയിട്ടുള്ള വളരെ ചിരിച്ച മുഖത്തോടു കൂടിയുള്ള എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു സീബ്രയാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ തനിക്ക് ആ സീബ്രയോട് പെട്ടെന്ന് ഇഷ്ടം തോന്നുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്ത് ചെയ്യും, തനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും അതിനുശേഷം വിവാഹം കഴിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഒരുപാട് കാലം ചെയ്ത് അവസാനം വരെ ഒരുമിച്ച് അവർ കഴിയുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു പോയം, ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പോയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതാണ് നമുക്ക് ഇവിടെ ഓരോ വരിയിലൂടെയും ഓരോ ലൈൻസിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ആണോ? അപ്പൊ ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കൊടുക്കട്ടെ. റെഡിയല്ലേ? നോക്കൂ. Sorrow was a zebra who took a bus ride, for he was off to Marrow to look for a bride. അല്ലേ? അപ്പോ സോറോ വാസ് എ സീബ്ര. സോറോ എന്ന് പറയുന്നത് ആരാണ്? ഒരു സീബ്രയാണ്. Who took a bus ride. എന്താണ്? ഒരു ബസ് യാത്ര നടത്താൻ വേണ്ടി പോവുകയാണ്. സോറോ എന്ന് പറയുന്നത് ഒരു സീബ്രയാണ്. അവ എന്ത് ചെയ്യുകയാണ്? ഒരു ബസ് യാത്ര നടത്തുന്നു. For he was off to Marrow to look for a bride. എന്തിനാണ്? ബ്രൈഡിനെ, അല്ലെ, തനിക്ക് കല്യാണം കഴിക്കാൻ ഒരു വധുവിനെ തിരക്കി മാരോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. മാരോ എന്ന് പറഞ്ഞാൽ MAROO, മാരോ. മാരോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സൈഡിന് മീനിങ് തന്നിട്ടുണ്ട്. ആൻഡ് ഇമാജിനറി ടൗൺ, ഒരു സാങ്കല്പിക പട്ടണം, അല്ലെ. അപ്പോൾ ഈ സോറോ എന്ന് പറയുന്ന സീബ്ര ബസ്സിൽ കയറി യാത്ര പോവുകയാണ്. എങ്ങോട്ട്? മാരോ, MAROO, മാരോ എന്നുള്ളൊരു ഇമാജിനറി ടൗണിലോട്ട് പോവുകയാണ്. എന്തിനാണ്? to looking for a bride, അല്ലെ, തനിക്ക് വിവാഹം ചെയ്യാനായിട്ടുള്ള ഒരു ബ്രൈഡ്, ഒരു വധുവിനെ തിരക്കിയാണ് എന്ത് ചെയ്യുന്നത്? യാത്ര പോകുന്നത്. ഓക്കെ ആണോ? അടുത്ത് നോക്കി. Dear Sorrow was looking for a bride who was nice, made of sweet sugar with a slight hint of spice. അല്ലെ, അപ്പോൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട സോറോ എന്ത് ചെയ്യുകയാണ്? വധുവിനെ, ബ്രൈഡിനെ തിരക്കി പോവുകയാണ്. അപ്പോൾ കുറച്ച് സങ്കല്പങ്ങൾ, തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ബ്രൈഡിനെ പറ്റി കുറച്ച് സങ്കല്പങ്ങളൊക്കെ നമ്മുടെ സോറോയ്ക്കുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നത്? വാസ് ലുക്കിംഗ് ഫോർ എ ബ്രൈഡ് ഹു വാസ് നൈസ്, അല്ലെ, വളരെയധികം കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. അതുപോലെ തന്നെ മേഡ് ഓഫ് സ്വീറ്റ് ഷുഗർ വിത്ത് എ സ്ലൈറ്റ് ഹിന്റ് ഓഫ് സ്പൈസ്, അല്ലെ, മധുര പലഹാരം, മധുരമുള്ള പഞ്ചസാരയ്ക്കുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മധുര പലഹാരങ്ങൾ, അല്ലേ. അപ്പൊ അതുപോലെ വളരെ മധുരമുള്ള, അതുപോലെ സ്പൈസി ആയിട്ടുള്ള, കാണാൻ വളരെ ഭംഗിയുള്ള, സുന്ദരിയായിട്ടുള്ള ഒരു ബ്രൈഡിനെ തിരക്കിയാണ് നമ്മളുടെ ഈ ഒരു കഥാപാത്രം, നമ്മുടെ സോറോ എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ നാരോ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ടൗണിലോട്ട് പോകുന്നത്. അപ്പൊ അത്രയും പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ടീച്ചർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇത് ശ്രദ്ധിച്ചേ. സോറോ വാസ് എ സീബ്ര who took a bus ride, for he was off to Marrow to look for a bride. Dear Sorrow was looking for a bride who was nice, made of sweet sugar with a slight hint of spice. Okay ആണല്ലോ? Okay അല്ലേ? Okay, the next page എടുത്തേ. He wanted a dame who would talk some sense, whose wit would amuse him when things got too tense. അല്ലേ, അതായത് കാണാൻ ഭംഗിയുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ഹി വാണ്ടഡ് എ ഡാം. ഡാം എന്ന് പറഞ്ഞാൽ DAME എന്ന് പറഞ്ഞാൽ യങ് ഗേൾ, അല്ലെ, ഒരു കൊച്ച്, എന്താ, ഒരു പെൺകുട്ടിയെ, അല്ലെ, ഒരു യങ് ഗേൾ ആയിരിക്കണം. അതുപോലെ ഹു വുഡ് ടോക്ക് സം സെൻസ്, ഹൂസ് വിറ്റ് വുഡ് അമ്യൂസ് ഹിം. വിറ്റ് എന്ന് പറഞ്ഞാൽ WIT, വിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്, ബുദ്ധിപരമായിട്ടുള്ള എന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള, നല്ല ചിന്തിക്കാൻ കഴിവുള്ള, ബുദ്ധിപരമായിട്ടുള്ള എന്നൊക്കെയാണ് നമ്മുടെ വിറ്റ്, WIT എന്നതിന്റെ മീനിങ്. അപ്പോ who would talk some sense, whose wit would amuse him when things got too tense. അല്ല, അതായത് താൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നവരുടെ ആരെയാണ്? നമ്മുടെ ഈ സോറോ എന്ന് പറഞ്ഞ സീബ്ര. ഈ സോറോ വളരെ ടെൻഷനായിട്ട്, എന്തെങ്കിലും വിഷമത്തോടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത് വന്ന് വളരെ സമാധാനത്തോടു കൂടി വളരെയധികം ബുദ്ധിപരമായി ആലോചിച്ച് കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടി കൂടി ആയിരിക്കണമെന്ന് ആര് പറയുന്നു? സോറോ പറയുന്നത്. ടെൻഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്തൊക്കെ വന്ന് നിന്ന് എന്താണ് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും തമാശ പറയുകയും ആ ടെൻഷനൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു ബ്രൈഡ്, അല്ലെ, ഒരു വധുവായിരിക്കണം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ സീബ്ര എന്ന് ആഗ്രഹിക്കുന്നു. Then so old Sorrow went to the town of Marrow, that was known as the home of a
find them all too. അല്ലെ, അപ്പോൾ അവൻ അതായത് നമ്മുടെ സോറോയ്ക്ക് മനസ്സിലായി താൻ തിരക്കി വന്ന ബ്രൈഡിന്റെ സ്ഥലം, അവരുടെ വീട് നിൽക്കുന്ന സ്ഥലമൊക്കെ ഈ ഒരു പട്ടണത്തിലായിരിക്കും, ഈ ഒരു മാലോ എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിലായിരിക്കും എന്ന് നമ്മുടെ സോറോ എന്ത് ചെയ്യുകയാണ്, വിശ്വസിക്കുകയാണ്. But when sorrow got there, what on earth did he see? Not a giant old town, but a small bakery. അല്ലെ, അപ്പോൾ but when sorrow got there, what on earth did he see? താൻ എന്നാണോ ഈ ഭൂമിയിൽ കാണാനായിട്ട് ആഗ്രഹിച്ചത് അത് തനിക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം ആർക്കുണ്ടായിരുന്നു, നമ്മുടെ സോറോയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സോറോ വന്നത് എവിടെയാണ്, നോട്ട് എ ജൈന്റ് ഓൾഡ് ടൗൺ, വലിയ ഒരു പഴയ പുരാതനമായ ഒരു പട്ടണത്തിലൊന്നും അല്ല ഇപ്പൊ ഈ ബസ് ഇറങ്ങി വന്നത്. പിന്നെ എവിടെയാ വന്നത്, ബട്ട് എ സ്മോൾ ബേക്കറി, നമ്മുടെ മാരോയിൽ തന്നെയുള്ള ഇമാജിനറി ടൗൺ ആണ്, അവിടെ തന്നെയുള്ള ഒരു സ്മോൾ ബേക്കറി, ഒരു കൊച്ചു ഒരു ബേക്കറിയിലാണ് ആര് വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സോറോ എന്ന് പറയുന്ന ഈ ഒരു സീബ്ര വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഒരു പിക്ചർ അവിടെ കാണിക്കും, കണ്ടോ, സൈഡിൽ കണ്ടോ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമ്മുടെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ പിടിച്ചിട്ട് ഒരു സീബ്ര ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ പറ്റും, കണ്ടോ, ആ ബേക്കറിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അതാണ് ആര്, നമ്മുടെ ഈ സോറോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം. നമ്മുടെ സോറോയ്ക്ക് ബസ്സൊക്കെ ഇറങ്ങി എന്ത് ചെയ്യുകയാണ്, അത് കഴിക്കാനോ കുടിക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് വരികയാണ്, ബേക്കറിയിലോട്ട് ഇങ്ങനെ വരിക, കണ്ടോ, കയ്യിൽ സ്യൂട്ടൊക്കെ ഉണ്ട്, നമ്മുടെ പെട്ടിയൊക്കെ പിടിച്ച് കയ്യിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് വരിക. അടുത്തത് പറയട്ടെ, അത്രയും മനസ്സിലായോ, അത്രയും മനസ്സിലായോ? ഓക്കെ, അടുത്ത നോക്കി. Sorrow struck it off and trotted in to find a pretty lady zebra with a smile, cute and kind. അല്ലേ, അപ്പോൾ നമ്മൾ ഈ സോറോ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ആ ബേക്കറിയിലോട്ട് കയറി വന്ന് നിന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെ കണ്ടു, ഈ തന്റെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ വളരെ സുന്ദരിയായിട്ടുള്ള, കാണാൻ വളരെ ഭംഗിയുള്ള, വളരെ ചിരിച്ച ദയോട് കൂടിയ ഒരു സീബ്ര ആയിരിക്കാൻ തന്നെ ബ്രൈഡ് ആഗ്രഹിച്ചു. അതുപോലെ എല്ലാ ക്വാളിറ്റീസും ഒത്തുചേർന്ന ഒരു സീബ്രയെ ആരവിടെ കണ്ടു, ഈ പ്രിറ്റി ലേഡി സീബ്ര വിത്ത് എ സ്മൈൽ, ക്യൂട്ട് ആൻഡ് കൈൻഡ്, വളരെ ഭംഗിയുള്ള ചിരിച്ച് വളരെ ദയായിട്ടുള്ള ഒരു ലേഡി സീബ്രയെ ആര് കണ്ടു, നമ്മുടെ സോറോ എന്ന് പറയുന്ന സീബ്ര എവിടെ വെച്ച് കണ്ടു, ബേക്കറിയിൽ വെച്ചിട്ട് കണ്ടു. അതാണ് പറഞ്ഞത് സോറോ struck it off and trotted into find. സോറോ എന്ത് ചെയ്താണ്, തലയിലുള്ള തൊപ്പികളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ട് അഴിച്ചൊക്കെ മാറ്റി കയ്യിലുള്ള പെട്ടിയൊക്കെ അങ്ങോട്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ബേക്കറിയിലോട്ട് കയറി. അപ്പോഴാണ് നമ്മുടെ ഈ ലേഡി സീബ്ര അവിടെ വെച്ച് കണ്ടുപിടിച്ചത്. Sorrow almost stumbled, so smitten was he to find such a lady as pretty as she. അല്ലേ, അപ്പോൾ Sorrow almost stumbled, S-T-U-M-B-L-E-D, meaning missed a step or lost balance and almost fell down. നമ്മുടെ സൈഡിലുണ്ട്, missed a step or lost balance and almost fell down. അല്ലേ, അതായത് താൻ എവിടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ താൻ ഇപ്പൊ എന്തിനാണ് ഈ ബേക്കറിയിലോട്ട് വന്നത്, തന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാ ബാലൻസും ആദ്യം തെറ്റിപ്പോയി, നമ്മുടെ സോറോയ്ക്ക് തെറ്റിപ്പോയി. എങ്ങനെ, ഈ ബേക്കറിലോട്ട് കയറി വന്നപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ ലേഡി സീബ്ര അല്ലെ, നമ്മുടെ പെൺ സീബ്ര, വളരെ മനോഹരയായ സുന്ദരിയായ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡി സീബ്രയെ കണ്ടതോടുകൂടി നമ്മുടെ സോറോ എന്താണ് വന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, മറന്നുപോയി. So smitten was he to find such a lady as pretty as she. അല്ലെ, smitten എന്ന് പറഞ്ഞാൽ completely in love chant. അല്ലെ, അതായത് ഈ ലേഡി സീബ്രയെ, ഇത്ര മനോഹരയായിട്ടുള്ള ലേഡി സീബ്രയെ കണ്ട നിമിഷം തന്നെ നമ്മുടെ സോറോയ്ക്ക് എന്താണ്, അവരോട് ഒരുപാട് ഇഷ്ടം അല്ലെ, സ്നേഹമൊക്കെ തോന്നി. To find such a lady as pretty as she, വളരെ ഭംഗിയായിരുന്നു, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി സീബ്ര ആയിരുന്നു അവിടെ നിന്ന്. നിങ്ങൾ കാണാൻ കണ്ടോ, അവിടെ ആ ഒരു കണ്ണാടി ചില്ലടുത്ത് കേക്കൊക്കെ ഇരിക്കുന്നിടത്ത് കണ്ടോ, കണ്ണാടിയൊക്കെ വെച്ചിട്ട് തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സീബ്രയെ കണ്ടോ എല്ലാവരും. അടുത്ത് നോക്കിക്കേ. He walked up to the counter and bought some sweet pie. He stood there and chattered. He could not say goodbye. അല്ലേ, അതായത് എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ സോറോ, ഹി എന്നാണ് പറഞ്ഞത്, നമ്മുടെ സോറോ അല്ലെ എന്ത് ചെയ്തു, പതുക്കെ നടന്ന് അവിടെ ആ കൗണ്ടറിന്റെ അടുത്തോട്ട്, നമ്മുടെ ആ ലേഡി സീബ്ര നിൽക്കുന്നതാണല്ലേ, ആ കൗണ്ടറിന്റെ അടുത്തോട്ട് പോയി. ആൻഡ് ബോട്ട് സം സ്വീറ്റ് പൈ. പൈ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കേക്കിന്റെ കണക്കുള്ളത് കണ്ടോ, അതാണ് നിങ്ങൾക്ക് ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, പൈ, PIE, ഒരു സ്വീറ്റ് ഫുഡാണ്, നല്ല മധുരമായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൈ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കൗണ്ടറിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്ത് ബുക്ക് ചെയ്തു. He stood there and chattered. അല്ലേ, അവർ അവിടെ നിന്ന് കുറേ നേരം എന്ത് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു.
ഒട്ടും തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് മനസ്സ് വന്നതേ ഇല്ല. All day long they chatter about this and that. അതായത് all day ആ ദിവസം മുഴുവൻ നിന്നുകൊണ്ട് എന്ത് ചെയ്തു അവര് ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രീതിയിൽ സംസാരിച്ചു. അതായത് ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് ഓരോരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു ബേക്കറിയിൽ നിന്നുകൊണ്ട് അവർ പരസ്പരം എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേ നിന്നു. They talk about their lives, their jobs and their cats. അവരവരുടെ ജീവിതത്തെ പറ്റിയും അതുപോലെ അവരുടെ ജോലിയെ പറ്റിയും എന്തിന് അവരുടെ വീട്ടിലുള്ള പൂച്ചയെ പറ്റി എന്ത് ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. കേട്ടോ, അതായത് തന്റെ സമ്പർക്കത്തിലുള്ള അതേ രീതിയിലുള്ള ലേഡി സീബ്രയാണ് ആ ഒരു ബേക്കറിയിൽ വെച്ച് കണ്ടത്. കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ എന്ത് ചെയ്തു ആ ബേക്കറിയിൽ തന്നെ ആ കൗണ്ടറിൽ എടുത്തോട്ട് പോയിട്ട് പൈൻ എന്ത് ചെയ്തു ഓർഡർ ചെയ്തു. അവിടെ നിന്നുകൊണ്ട് അവർ ഒരു ദിവസം മുഴുവൻ ഓരോ കാര്യത്തിനെ പറ്റി സംസാരിച്ചു. എന്തൊക്കെ പറ്റി സംസാരിച്ചു? അവരുടെ ലൈഫ്സ് ജീവിതത്തെ പറ്റി സംസാരിച്ചു, ദെൻ ജോബ്സ് ജോലിയെ പറ്റി സംസാരിച്ചു, ദെൻ their cats അവരുടെ വീട്ടിലെ പൂച്ചയെ വരെ എന്ത് ചെയ്തു പരസ്പരം അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. അടുത്ത നോക്കിയേ. Until finally dear sorrow slid up to her side and whispered in her ear, would you be my bride? അതായത് until finally dear sorrow slid up to her side. അവസാനം നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ ഈ സോറോ എന്ത് പറഞ്ഞു? ആ സോറോ എന്ത് പറയുന്നു? പറയുകയാണ് സ്ലൈഡ് അപ് ടു ഹെർ സൈഡ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ലേഡി സീബ്രയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുകയാണ്. ആൻഡ് വിസ്പേർഡ് ഇൻ ഹെർ ഇയർ. അവരുടെ ചെവിയിൽ വളരെ പതുക്കെ രഹസ്യം പറയുന്നത് പോലെ പറയുക. നമ്മളൊക്കെ രഹസ്യം പറയത്തില്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ ഈ സോറോ നമ്മുടെ ലേഡി സീബ്രയുടെ അടുത്തോട്ട് ചെന്ന് നിന്നിട്ട് ചെവിയിൽ വളരെ പതുക്കെ ആരും കേൾക്കാതെ രഹസ്യം പറഞ്ഞു. എന്താണ്? Would you be my bride? നീ എൻ്റെ ബ്രൈഡ്, എൻ്റെ മണവാട്ടിയാകുമോ എന്ന് നമ്മുടെ ലേഡി സീബ്രയുടെ അടുത്ത് ചോദിച്ചു. അതാണ് ചെവിയിൽ ചോദിച്ചത്, രഹസ്യമായിട്ട് ചോദിച്ചത് പറഞ്ഞില്ലേ. നമ്മുടെ ഈ സോറോ നമ്മുടെ ലേഡി സീബ്രയുടെ അടുത്തോട്ട് ചെന്ന് നിന്നിട്ട് ചെവിയിൽ വളരെ പതുക്കെ പറയുകയാണ്, Would you be my bride? നീ എൻ്റെ മണവാട്ടി ബ്രൈഡ് ആകുമോ എന്ന് ചോദിക്കുന്നു. Sorrow's pretty lady smiled and nodded her head. നമ്മുടെ സോറോയുടെ പ്രിറ്റി ലേഡി വളരെ ഭംഗിയുള്ള ആ ഒരു ലേഡി സീബ്ര എന്ത് ചെയ്യുകയാണ്? സ്മൈൽഡ് ചിരിച്ചിട്ട് പറയുകയാണ്. സ്മൈൽഡ് ആൻഡ് നോഡഡ് ഹെർ ഹെഡ്. ചിരിച്ചുകൊണ്ട് തലയാട്ടി. നമുക്ക് നാണമൊക്കെ വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് തലയാട്ടും അല്ലേ? ചിരിച്ചുകൊണ്ട് തലയാട്ടും അല്ലേ? ഒന്നും സംസാരിക്കത്തില്ല അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ഈ ലേഡി സീബ്ര എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതായത് നമ്മുടെ സോറോ ചോദിച്ചു നീ എന്നെ മണവാട്ടി ആകുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ സമ്മതമാണെന്നുള്ള രീതിയിൽ തലയാട്ടി. By the end of that same week, the couple was wed. അപ്പൊ ആ ഒരു ആഴ്ചയുടെ അവസാനം തന്നെ അവർ എന്ത് ചെയ്തു? രണ്ടുപേരും തമ്മിൽ പരസ്പരം കല്യാണം കഴിച്ചു. വെഡ് എന്ന് പറഞ്ഞാൽ WED. വെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് അല്ലെ? മാരീഡ്. നമ്മൾ വെഡിങ് എന്ന് പറയത്തില്ലേ? അത് കല്യാണം അല്ലേ? അപ്പൊ ആ വെഡ് WED വെഡ് എന്ന് പറഞ്ഞാൽ മാരീഡ്, കല്യാണം കഴിച്ചു. ആ ഒരു ആഴ്ചയുടെ അവർ പരസ്പരം കണ്ട ആ ആഴ്ചയുടെ അവസാന ദിവസം തന്നെ അവർ പരസ്പരം എന്ത് ചെയ്തു? കല്യാണവും കഴിച്ചു. അപ്പൊ അവിടെ കണ്ടോ നിങ്ങൾക്ക് പിക്ചർ കാണിക്കുന്നുണ്ട്. കണ്ടോ നമ്മുടെ സോറോയും നമ്മുടെ ലേഡി സീബ്ര അല്ലെ? നമ്മുടെ സോറോസ് പ്രിറ്റീസ് ലേഡി അല്ലെ? നമ്മുടെ സോറോയുടെ വളരെ മനോഹരിയായിട്ടുള്ള ആ ഒരു പ്രിറ്റി ലേഡി അല്ലെ? നമ്മുടെ ലേഡി സീബ്ര അല്ലെ? രണ്ടുപേരും കൂടെ കണ്ടോ കല്യാണം കഴിച്ചിട്ട് കേക്ക് മുറിക്കേണ്ട നിൽക്കുന്നുണ്ടോ? പിക്ചർ ഉണ്ടോ നിങ്ങൾ? Sorrow and his sweet bride filled their lives with love and love. അതായത് നമ്മുടെ സോറോയും അവരുടെ സ്വീറ്റ് ബ്രൈഡ് അതായത് മനോഹരിയായിട്ടുള്ള പ്രിറ്റി ആയിട്ടുള്ള അവരുടെ ബ്രൈഡ് എന്താണ് അവരുടെ ജീവിതം വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും തമാശയോടും കൂടി എന്താണ് കഴിയാനായിട്ട് ആരംഭിച്ചു. And that's how Sorrow found his happily ever after. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്രയും വളരെ തന്റെ ആഗ്രഹത്തിനുള്ളൊരു ബ്രൈഡ് ഒരു ലേഡി സീബ്രയെ തന്നെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും എന്താണ് അവരുടെ ജീവിതം അവസാനം വരെ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടു കൂടി വളരെയധികം സ്നേഹത്തോടു കൂടി അവർ എന്ത് ചെയ്തു? ജീവിച്ച്. ഓക്കെ, മനസ്സിലായോ? വളരെ നല്ല വായമാണ്. അതിനകത്തുള്ള ആ ഒരു മീനിങ് വളരെ എളുപ്പമല്ലേ അല്ലേ? ഒന്നുകൂടെ ജസ്റ്റ് ടീച്ചർ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാമേ. ആദ്യം നോക്കിക്കേ, ആദ്യം മുതൽ നോക്കിക്കേ. Sorrow was a zebra who took a bus ride, for he was off to Mango to look for a bride. Dear Sorrow was looking for a bride who was nice, made of sweet sugar,
with a slight hint of spice. അല്ലേ, അതായത് നമ്മളുടെ സോറോ എന്ന് പറയുന്ന സീബ്ര ബസ്സിൽ എന്താണ് നാരോ എന്നുള്ള ഒരു ഇമാജിനറി ടൗണിലോട്ട് യാത്ര പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലുക്കിംഗ് ഫോർ ഹർ ബ്രൈഡ്, അല്ലെ തന്റെ ബ്രൈഡ്, തന്റെ കല്യാണം കഴിക്കാനുള്ള ഒരു ബ്രൈഡിനെ തിരക്കിയാണ് പോകുന്നത്. Dear Sorrow was looking for a bride who was nice, made of sweet sugar with a slight hint of spice. അല്ലെ, കാണാൻ വളരെ ഭംഗിയുള്ളതും വളരെ സ്വീറ്റ് ആയിട്ടുള്ളതും വളരെ സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബ്രൈഡിനെയാണ് നമ്മുടെ സോറോ എന്ത് ചെയ്യുന്നത്? തിരക്കുന്നത്. He wanted a dame who would talk some sense, whose wit would amuse him when things got too sense. അല്ലെ, അതായത് എന്താണ് ഒരു യങ് ഗേൾ, ഡാം ഒരു യങ് ഗേൾ ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇന്റലിജൻസ്, വളരെ ബുദ്ധിയുള്ളതും വളരെ സെൻസ്, ചിന്തിക്കാനുള്ള കഴിവുള്ളതും ആയിരിക്കണം. കാരണം താൻ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വന്നിരിക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത് വന്ന് സമാധാനത്തോടെ നല്ല രീതിയിൽ ബുദ്ധിപരമായി ചിന്തിച്ച് വളരെ തമാശയൊക്കെ പറയുന്ന ഒരു ബ്രൈഡ് ആയിരിക്കണം എന്നും കൂടെ നമ്മുടെ സോറോയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. So Sorrow went to the town of Marrow that was known as the home of a fine dame or two. അല്ലെ, അങ്ങനെ നമ്മുടെ സോറോ എന്താണ് നമ്മുടെ ഈ ഒരു മാരോ എന്നുള്ള ഒരു പട്ടണത്തിലോട്ട് വരികയും താൻ ഇന്നലെ അവിടെ നിന്ന് വരുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് താൻ അന്വേഷിച്ചു വരുന്ന ബ്രൈഡിനെ അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. But when Sorrow got there, what on earth did he see? Not a giant old town but a small bakery. അല്ലെ, അപ്പോൾ താൻ എന്ത് ചെയ്തു? അവിടെ ഒരു മാരോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വലിയൊരു പട്ടണം ഒന്നും ആയിരുന്നില്ല അല്ലെ, അപ്പോൾ എങ്കിലും അവിടെ ഒരു ബേക്കറിയിലോട്ട് നമ്മുടെ ഈ ഒരു സോറോ വന്നു. Sorrow struck it off and trotted into fine. A pretty lady zebra with a smile, cute and kind. അങ്ങനെ ഈ ബേക്കറിയിലോട്ട് വന്ന് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോറോ എന്താണ് ഷോക്ക്ഡ് അല്ലെങ്കിൽ ഞെട്ടി ഫൈൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. താൻ ആഗ്രഹിച്ച് ആരെയാണോ കണ്ടെത്താൻ വേണ്ടി വരണം എന്ന് ആഗ്രഹിച്ചത് അത്രയും വളരെ മനോഹരമായി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ ദയുള്ളൊരു ലേഡീസ് സിബ്രയെ അവിടെ വെച്ച് ആ ബേക്കറിയിൽ വെച്ചിട്ട് കണ്ടുപിടി. Sorrow almost stumbled, so smitten was he to find such a lady as pretty as she. അല്ലെ, അപ്പോൾ ഈ ഒരു ലേഡീസ് സിബ്രയെ കണ്ടപ്പോഴേക്കും താൻ എന്തിനാണ് വന്നത്, എവിടെയാണ് വന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ട് ഈ ഒരു പ്രിറ്റി ആയിട്ടുള്ള ഈ ഒരു സീബ്രയുടെ ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു മാത്രമേ നമ്മുടെ ഈ ഒരു സോറോയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. He walked up to the counter and bought some sweet pie, but he stood there and chattered. He could not say goodbye. അല്ലെ, അങ്ങനെ ഈ നമ്മുടെ സോറോ ഈ ബേക്കറിയുടെ കൗണ്ടറിൽ വന്നിട്ട് കുറച്ച് പൈ ഓർഡർ ചെയ്യുകയും അവിടെ നിന്നുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ഒരു സോറോയ്ക്ക് തിരിച്ചു വരാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല, അവിടെ നിന്ന് സംസാരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. All day long they chattered about this and that. They talked about their lives, their jobs and their cats. അവർ ആ ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അവരുടെ ജീവിതത്തെ പറ്റിയിട്ട്, അവരുടെ ജോലിയെ പറ്റിയിട്ട്, അവരുടെ പൂച്ചകളെ പറ്റിയിട്ട് വരെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. Until finally dear Sorrow slid up to her side and whispered in her ear, would you be my bride? അല്ലെ, എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട നമ്മുടെ സോറോ നമ്മുടെ ലേഡി സീബ്രയുടെ അടുത്തോട്ട് ചെന്ന് നിന്നിട്ട് അതിന്റെ ചെവിയിൽ പറഞ്ഞു, രഹസ്യമായിട്ട് പറഞ്ഞു, നീ എന്റെ ബ്രൈഡ്, എന്റെ വധുവാവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. Sorrow's pretty lady smiled and nodded her head. By the end of that same week the couple was wed. അല്ലെ, അങ്ങനെ നമ്മുടെ ഈ ലേഡി സീബ്ര എന്ത് ചെയ്തു? വളരെ നാളത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നമ്മുടെ സോറോയെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് തലയാട്ടി കാണിച്ചു. അങ്ങനെ അവർ കണ്ടുമുട്ടിയ ആഴ്ചയുടെ ഏറ്റവും അവസാന ദിവസം തന്നെ അവർ പരസ്പരം എന്ത് ചെയ്തു? കല്യാണം അവരുടെ വെഡിങ് നടന്നു. Sorrow and his sweet bride filled their lives with love and love. And that's how Sorrow found his happily ever after. അല്ലെ, അതായത് നമ്മുടെ സോറോയും സോറോയുടെ കുറ്റി ലേഡി സീബ്ര, വളരെ മനോഹരമായിട്ടുള്ള സീബ്രയും അവരുടെ ജീവിതം ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവരൊരുമിച്ച് കുറേ നാൾ ജീവിതത്തിന്റെ അവസാനം വരെ ഇതുപോലെ എന്ത് ചെയ്തു? വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം അവർ കുറേ നാൾ എന്ത് ചെയ്തു? ജീവിക്കുക തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നമ്മുടെ സോറോ ദ സീബ്ര എന്നുള്ള ഈ ഒരു പോയിന്റിൽ പറയുന്ന കാര്യം. അപ്പോൾ ടീച്ചർ ഇതിന്റെ കുറച്ച് മീനിങ് നിങ്ങൾക്ക് ബോർഡിൽ എഴുതിയിട്ട് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട്, ഇംഗ്ലീഷിലെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് ലെസൺ 1 സോറോ ദ സീബ്ര ഇതിന്റെ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട്
ഗോഡ് മീനിങ് ആയിട്ട് നിങ്ങൾ എഴുതണം. ടീച്ചർ നിങ്ങളുടെ അടുത്ത് ചോദിക്കും കേട്ടോ. ഗോഡ് മീനിങ് ആയിട്ട് നിങ്ങൾ എഴുതണം. കുറച്ച് വാക്ക് മാത്രമേ ഉള്ളൂ മീനിങ് അത് പഠിക്കണം. ഓക്കെ, നോക്കൂ. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാരോ അല്ലെ, MAROO മാരോ, മീനിങ് ആൻ ഇമാജിനറി ടൗൺ. എന്താണ്? ആൻ ഇമാജിനറി ടൗൺ. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഹിന്റ്, HINT, ഹിന്റ്. എന്താണ്? ഇൻ ആൻ എക്സ്ട്രീംലി സ്മോൾ ക്വാണ്ടിറ്റി, വളരെ ചെറിയ അളവിലുള്ളത് അല്ലെ, ഇൻ ആൻ എക്സ്ട്രീംലി സ്മോൾ ക്വാണ്ടിറ്റി. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ടീച്ചർ പറഞ്ഞ സൈഡിലുള്ള സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുക്കണം, നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കണം. അതുകൊണ്ടാണ് ടീച്ചറിന്റെ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിം മീനിങ് തന്നെയാണ് ഇത്. തേർഡ് വിറ്റ്, WIT, എന്താണ്? ഇന്റലിജൻസ്, ബുദ്ധിപരമായ ഇന്റലിജൻസ്, INTELLIGENCE, ഇന്റലിജൻസ്. Then DAM, DAME, DAM എന്ന് പറഞ്ഞാൽ young girl, YOUNG, girl, GIRL, young girl. ഓക്കെ, ഇതൊക്കെ ചെയ്തല്ലോ. ഇത്രയും നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. ഇനി അടുത്ത മീനിങ് ഉണ്ട്, അത് ഫിനിഷ് എഴുതിയിട്ട് അടുത്ത് നോക്കിയേ. stumble, STUMBLED, എന്താണ്? missed a step or lost balance and almost fell down. അതായത് നമ്മൾക്ക് നിൽക്കുന്ന അടുത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന എവിടെയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഒക്കെ തെറ്റാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങളുടെ ഷോക്ക് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥ പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയി ഷോക്ക് ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് stumble. Then smitten, SMITTEN, എന്താണ്? completely in doubt, ശാന്തതയുടെ സ്നേഹത്തോട് കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞില്ല പെട്ടെന്ന് ആ ലേഡി സീബ്രയെ കണ്ടപ്പോൾ എന്താണ് ഒരുപാട് ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ അതിന്റെ മീനിങ്. ഓക്കെ, കംപ്ലീറ്റ്ലി in doubt, ശാന്തതയുടെ സ്നേഹത്തോടെ ഉള്ള രീതി. Then wedded, WED, എന്താണ്? married അല്ലെ, MARRIED, കല്യാണം കഴിക്കുന്നത്, married. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ സോറോ ദ സീബ്ര എന്ന ചാപ്റ്ററിലെ വേർഡ് മീനിങ്സ്. അപ്പോൾ നിങ്ങൾ ഇത് ഇത്രയും നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം പോലെ ടീച്ചർ റിവ്യൂ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മീനിങ്, ഈ വേർഡ് മീനിങ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കോപ്പിറൈറ്റിംഗ് ബുക്കിലോട്ട് നിങ്ങൾ എഴുതി പഠിക്കുന്ന ഒരു 10 times വെച്ചിട്ട് എഴുതി പഠിക്കണം. എത്ര വട്ടമാണ്? 10 times, 10 വട്ടം എന്ത് ചെയ്യുക? ഓരോ മീനിങ്ങും എഴുതി പഠിച്ച് ടീച്ചറിന് നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നെ തരിക കേട്ടോ. ടീച്ചർ ചോദിക്കുമ്പോൾ സ്പെല്ലിംഗ് ഉൾപ്പെടെ ആയിരിക്കും ചോദിക്കുന്നത്, അതുകൊണ്ട് സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഉള്ളത് അതിന്റെ ബാക്കിയായിട്ടുള്ള എക്സസൈസ് ആണ്. കുറച്ച് എക്സസൈസേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ഉണ്ട് അല്ലേ, 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ഉണ്ട്. അത് ടീച്ചർ ഈ വീഡിയോടൊപ്പം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അത് നോട്ട്ബുക്കിലോട്ട് ടീച്ചർ തരുന്നത് നോക്കി എന്ത് ചെയ്യുക? നോട്ടിലോട്ട് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കുക. അപ്പൊ എക്സസൈസ് നോക്കിയ ടീച്ചർ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് തരാം. പെൻസിൽ കൊണ്ട് ടീച്ചർ പറയുമ്പോൾ ആൻസേഴ്സ് ടിക്ക് ചെയ്ത് പോയാൽ മതി. നോക്കിക്കേ, പേജ് നമ്പർ 9, റീഡിംഗ് കംപ്രഹെൻഷൻ. On the basis of your understanding of the poem, choose the correct answers to complete the following sentences. അല്ലേ, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ ഈ ഒരു പോയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്ക് അതിന്റെ കഥ എന്താണെന്നും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്താണെന്നും ഒക്കെ നമ്മൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ താഴെ തന്നിരിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ആ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ 3 ഓപ്ഷൻ വെച്ച് ABC എന്ന 3 ഓപ്ഷൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്യുക. റെഡി അല്ലേ? നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോറോ ദ സീബ്ര വെന്റ് ടു മാരോ ബിക്കോസ്, എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോറോ എന്ന സീബ്ര മാരോ എന്നുള്ള ഇമാജിനറി ടൗണിലോട്ട് പോയത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനായിരുന്നു പോയത്? എന്തിനാണ് ബസ് കയറി നമ്മുടെ ഈ സീബ്ര അങ്ങോട്ടേക്ക് പോയത്? എന്തിനാണ്? അദ്ദേഹത്തിന് ആ സീബ്ര എന്തിനാണ് പോയത്? he wanted to find a bride for himself. തനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൈഡ്, ഒരു വധുവിനെ തിരക്കിയാണ് സീബ്ര എന്ത് ചെയ്തത്? മാരോ എന്നുള്ള ഇമാജിനറി ടൗണിലോട്ട് പോയത്. അപ്പോൾ അവിടെ ആൻസർ ബി ഓപ്ഷൻ, ബി ഓപ്ഷൻ, ബി ആണ് കേട്ടോ. ബി ഒന്നാമത്തെ ആൻസർ ബി ഓപ്ഷൻ. he wanted to find a bride for himself. അപ്പോൾ അവിടെ ആ കോളത്തിൽ പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തെല്ലാവരും. Okay, the next question. Sorrow almost stumbled in
the bakery because എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറോ അവിടെ ബേക്കറിയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിന്നെന്ന് പറഞ്ഞു അല്ലെ. എന്തായിരുന്നു? ബേക്കറിയിൽ വന്നപ്പോഴാണ് താൻ എങ്ങനെയാണോ സങ്കല്പിച്ച അതുപോലത്തെ ഉള്ള ഒരു ലേഡി സീബ്രയെ കണ്ടു അല്ലെ. അപ്പൊ ആൻസർ അവിടെ എ ഓപ്ഷൻ. സെക്കൻഡ് ആൻസർ എ ആണ്. എ ഓപ്ഷൻ. He was smitten by the lady zebra there. അദ്ദേഹം എങ്ങനെയുള്ള ഒരു ലേഡി സീബ്രയാണോ ആഗ്രഹിച്ചത് അതുപോലത്തെ ഒരു ലേഡി സീബ്ര ബേക്കറിയിൽ വെച്ച് കണ്ടു. അപ്പൊ ആൻസർ എ ഓപ്ഷൻ. അവിടെ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, the next question, third question. The question that Zorro asked the lovely lady was അല്ലേ. നമ്മുടെ സോറോ ആ ലേഡി സീബ്രയുടെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്? എന്ത് ക്വസ്റ്റ്യൻ ആണ്? തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ആൻസർ അവിടെ മൂന്നാമത്തെ ആൻസർ സി. സി ആൻസർ. would you be my bride? നീ എന്റെ ബ്രൈഡ് ആകുമോ അല്ലെ. നീ എന്റെ എന്റെ ബ്രൈഡ് ആകാമോ, എന്റെ വധുവാകാമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻസർ സി ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടീച്ചർ ഒന്ന് നോക്കി നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുക. ശരിയായിട്ടാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോറോ ദ സീബ്ര went to Marrow because B option, he wanted to find a bride for himself. Then second question, Zorro almost stumbled in the bakery because option A, he was smitten by the lady zebra there. Then next third question, the question that Zorro asked the lovely lady was answer C option, would you be my bride? Okay ആണല്ലോ. ഇത്രയും കാര്യം എല്ലാവരും കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ട്. ടിക്ക് ചെയ്തിട്ടില്ലേ? ഓക്കെ, then അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കേണ്ട ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബ്രീഫ് അല്ലെ. നിങ്ങൾക്ക് അവിടെ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മുടെ ഈ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ ടീച്ചർ തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ ചാപ്റ്റർ അല്ലെ ഇവിടെ ഏകദേശം എന്നല്ല ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് പഠിക്കാനുള്ള ഡ്യൂട്ടി നിങ്ങളുടെ ആണല്ലോ. അപ്പോ ടീച്ചർ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവാനായിട്ട് ഒരുപാട് സഹായിക്കും. ഓക്കെ ഓക്കെ ദെൻ ഇപ്പൊ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്ട് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റും ബുക്കും ഒക്കെ എല്ലാവരും മടക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മാത്സിന്റെ ടെക്സ്റ്റും അതുപോലെ തന്നെ മാത്സിന്റെ നോട്ട്ബുക്കും എടുത്ത് ടേബിളിന്റെ ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ഒരുപാടൊന്നും പഠിക്കുന്നില്ല കേട്ടോ. മാത്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് നിങ്ങളുടെ ക്ലാസ്സിൽ അതായത് നിങ്ങളുടെ തേർഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച ആ ഒരു പോർഷൻസും ആ ഒരു കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. പ്ലേസ് വാല്യൂ എന്നൊക്കെയുള്ളതാണ്. പ്ലേസ് വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും പ്ലേസ് വാല്യൂ. അപ്പൊ അത് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പൊ ടീച്ചർ അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോക്കൂ നോക്കിയേ പേജ് നമ്പർ 97. പേജ് നമ്പർ 97, പേജ് നമ്പർ 97. ഓക്കെ, നമ്പർ 1 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാത്സിന്റെ നമ്പർ 1. അപ്പൊ അതിനകത്ത് ആദ്യം നിങ്ങൾക്ക് ഇതാ നോക്കിക്കേ റീകോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പസിലൊക്കെ പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പൊ അത് ടീച്ചർ നിങ്ങൾക്ക് ക്ലൂ പറഞ്ഞു തരും. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർമ്മ വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശരിയായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് നോക്കി. അപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ക്ലൂ തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ താഴെ ക്ലൂ തന്നിട്ടുണ്ട്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് ക്ലൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് fill the above cross puzzle using the given clue 1 and hence verify the answers using clue 2 അല്ലേ. ക്ലൂ 1 തന്നിരിക്കുന്ന നിങ്ങളുടെ തന്നിട്ടുള്ള അതും അതുപോലെ ക്ലൂ 2 തന്നിട്ടുള്ളതും കൂടെ ചേർത്തിട്ടാണ് ആ പസിൽ ഫില്ല് ചെയ്യുന്നത്. ക്ലൂ 1 പറഞ്ഞിരിക്കുന്നത് എക്രോസ് ആണ് കേട്ടോ. എക്രോസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് സൈഡിൽ നിന്ന്
സൈഡിലോട്ട് വേണം പോവാൻ. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. സംശയമുള്ള കാര്യങ്ങൾ അവർ ഇട്ടേക്കുക. കാരണം അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞു തരത്തില്ല എന്ന് പേടിക്കുന്ന ടീച്ചർ ക്ലാസ് നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചു തന്നെ തരും. അപ്പോൾ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ടീച്ചർക്ക് അത് ആൻസർ ഒക്കെ നിങ്ങൾ അത് ചെയ്തതിന്റെ ഫോട്ടോ ഈ ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി. പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് ചെയ്യുക. അതിന്റെ ഫോട്ടോ ടീച്ചറിന് അയച്ചു തരിക. ഓക്കെ ഓക്കെ. അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 98 കണ്ടോ. പേജ് നമ്പർ 98. ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ അല്ലേ. നമ്മൾക്കറിയാം ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും അല്ലേ. വലിയ സംഖ്യകളും ചെറിയ സംഖ്യകളും ആണല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയേ ടീച്ചർ വായിക്കാം. ടെക്സ്റ്റ് നോക്കിയേ. We know that 9 is the largest one digit number. നമ്മൾക്കറിയാം 9 എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ഒറ്റയക്ക സംഖ്യയാണ് അല്ലേ. 1 2 3 4 5 6 7 8 9. ഈ 9 വരെയാണ് വൺ ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. ഒറ്റയക്ക സംഖ്യകൾ അല്ലേ. വൺ ഡിജിറ്റ് നമ്പേഴ്സ്. ഈ വൺ ഡിജിറ്റ് നമ്പേഴ്സിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾക്കറിയാം. ഏതാണ്? 9 ആണ് അല്ലേ. 9 ആണ്. ഈ 9ന്റെ കൂടെ 9 പ്ലസ് 1 9 പ്ലസ് 1 ഈക്വൽ ടു എത്രയാണ്? 9 പ്ലസ് 1 ഈക്വൽ ടു എത്രയാണ്? 9ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 10 അല്ലേ. ഈ 10 എന്ന് പറയുന്നത് 9 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യയാണ് 10 ആണല്ലോ. 1 2 3 4 5 6 7 8 9 10. 9 കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത സംഖ്യയാണ് 10 അല്ലേ. പക്ഷേ 10 എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് നമ്പറാണ്? എത്ര ഡിജിറ്റ് നമ്പറാണ്? 2 ഡിജിറ്റ് നമ്പർ. രണ്ടക്ക സംഖ്യയാണ് ഈ 10 എന്ന് പറയുന്നത് അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. ഈ 1 മുതൽ 9 ഈ 9 വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1 ഡിജിറ്റ് നമ്പറും 9ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 പ്ലസ് 1 എന്നുള്ളത് 10 ആണ്. ഈ 10 എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ് ആണല്ലോ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 9 എന്ന് പറയുന്നത് 9 ഈസ് ദ ലാർജസ്റ്റ് വൺ ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ ഒരൊറ്റ സംഖ്യയാണ് ഏതെന്ന് പറയുന്നത്? 9 എന്ന് പറയുന്നത് അല്ലേ. ലാർജസ്റ്റ് വൺ ഡിജിറ്റ് നമ്പർ ആണ് ഏത്? 9 എന്ന് പറയുന്നത്. ഈ 9ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 10. അപ്പോൾ ചെറിയ രണ്ടക്ക സംഖ്യയാണ് ഏതെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. 10 കഴിഞ്ഞ് നിങ്ങൾ നോക്കിയേ. 10 കഴിഞ്ഞ് നെക്സ്റ്റ് 11 12 13 14 15 16 17 18 19 20 21 ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. 21 22 23 ആയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ 10 എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ചെറിയ രണ്ടക്ക സംഖ്യയാണ് ഏത്? 10 എന്ന് പറയുന്നത് അല്ലേ. സംശയമൊന്നുമില്ലല്ലോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 9 അതാണ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. We know that 9 is the largest one digit number. നമുക്ക് എല്ലാവർക്കും അറിയാം 9 എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൺ ഡിജിറ്റ് നമ്പർ ആണ്. If we add one more to it, we make the smallest two digit number 10. അല്ലേ. നമ്മൾ ഈ ഏറ്റവും വലിയ വൺ ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള 9ന്റെ കൂടെ 9ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 10 എന്നുള്ള ആൻസർ കിട്ടും. ഈ 10 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ ആണ്. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10 ആണല്ലോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. Then similarly, if we add 1 to the greatest 2 digit number, we get smallest 3 digit number 10 100 and so അതായത് നമ്മൾക്കറിയാം ഏറ്റവും ഇപ്പൊ നമ്മൾ ഈ 9ന്റെ കാര്യവും പറഞ്ഞു 10ന്റെ കാര്യവും പറഞ്ഞു. 9 എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൺ ഡിജിറ്റ് നമ്പർ ആണെന്നും 10 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ ആണെന്നും ടീച്ചർ ഇപ്പൊ പറഞ്ഞു നിർത്തി. മനസ്സിലായേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? we add 1 to the greatest 2 digit number അല്ലേ. ഏറ്റവും വലിയ രണ്ട് അക്ക സംഖ്യ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ് അല്ലേ. 99 ആണ് ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ. രണ്ട് അക്ക സംഖ്യ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ്. ഈ 99ന്റെ കൂടെ 1 കൂടെ ആഡ്
109 then 110 ഇങ്ങനെ പോവുകയല്ലേ 100 കഴിഞ്ഞിട്ടാണ് എന്ത് 101 102 ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ ആണ് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് 1 2 3 അല്ലേ 3 അക്ക സംഖ്യ അല്ലേ അപ്പോൾ ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ ആണ് 100 എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ആണ് 99 എന്നും പറയുന്നത് മനസ്സിലായോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഒന്നുകൂടി ടീച്ചർ ഒന്ന് പറഞ്ഞു തരാൻ നോക്കിയേ ഇനി 9 എന്ന് പറഞ്ഞാൽ എന്താണ് ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ 9 എന്ന് പറയുന്നത് ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ ആണ് 9 കൂടെ നമ്മൾ എങ്ങനെ ചെയ്തു 1 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി സോ 10 എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പറുമാണ് ഓക്കേ ആണല്ലോ then പിന്നെ പറഞ്ഞത് 99 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു 99 എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആണ് ഇത് 99 എന്ന് പറഞ്ഞാൽ അല്ലേ 9 എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പറും 99 എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറും ആണ് then ഈ 99 കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും 100 എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് എന്താണ് എത്ര ഡിജിറ്റ് ആണ് സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഓക്കേ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യം then അത് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് ഡാറ്റാ ബോക്സ് ടീച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട് 9 കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും 9 എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പറും 10 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പറുമാണ് കണ്ടോ ഗ്രേറ്റർ നമ്പറും സ്മോളസ്റ്റ് നമ്പറും ആയിട്ടാണ് തന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയൊന്ന് മനസ്സിലാക്കുക then നമുക്ക് ഇനി പറയാനുള്ളത് പ്ലേസ് വാല്യൂ ആണ് അല്ലേ പ്ലേസ് വാല്യൂ കഴിഞ്ഞ വർഷം നിങ്ങൾ 5 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഒക്കെ പ്ലേസ് വാല്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ പഠിച്ചിട്ടില്ലേ അപ്പോൾ 6 ഡിജിറ്റ് വാല്യൂ കൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമായിരിക്കും 5 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ടീച്ചർ ജസ്റ്റ് ഒന്ന് ഉണ്ടായിരുമ്പോൾ പറഞ്ഞുതരാം നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും അപ്പോൾ അത് പറഞ്ഞുതരാം ഓക്കെ നോക്കിയേ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത് നോക്കുമ്പോൾ അറിയാൻ പറ്റും 37,425 എന്നുള്ള ഒരു 5 ഡിജിറ്റ് നമ്പർ ആണ് നിങ്ങൾക്ക് അവിടെ ആദ്യം തന്നിരിക്കുന്നത് എത്രയാണ് 37,425 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ ആണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് അറിയാമോ നോക്കിയേ 37,425 എന്നുള്ള ഒരു 5 ഡിജിറ്റ് നമ്പർ നമുക്ക് തന്നെ താഴോട്ട് എഴുതിയാണ് ടീച്ചർ ഇതിന്റെ പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് അല്ലാതെ പറയുമ്പോൾ അറിയാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ones then tens then ഇത് hundreds ആണല്ലോ then ഇത് thousands then ഇവിടെ 10,000s ആണല്ലോ 10,000 thousands 100 tens ones കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇങ്ങനെ തന്നിട്ട് അതിനെ ones tens hundreds എന്നിട്ടുള്ളത് മാറ്റാനായിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമുക്ക് ഇനി ഇങ്ങനെ ഈ 5 ഡിജിറ്റ് നമ്പറിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം എന്താണ് 5 ഡിജിറ്റ് നമ്പറിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 37,425 എന്ന് തന്നിട്ടുള്ളതിനകത്ത് ഓക്കേ 425 കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട് അല്ലേ ഒരു കോമയുണ്ട് കണ്ടോ അപ്പോൾ ഈ കോമയ്ക്ക് മുന്നേ ഒരു 3 ഡിജിറ്റ് നമ്പർ ഇനി ഒരു 2 ഡിജിറ്റ് നമ്പറും ആണല്ലോ അല്ലേ എല്ലാവരുടെയും ടെക്സ്റ്റിൽ 37,425 എന്നുള്ള 5 ഡിജിറ്റ് നമ്പറിനകത്ത് 37 കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്
425 എന്നുള്ള ഈ 5 ഡിജിറ്റ് നമ്പറിനെ, അതായത് ഏതൊരു 5 ഡിജിറ്റ് നമ്പറിനെ ആണെങ്കിൽ നമുക്ക് അതിനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇത്രയുള്ള ഒരു ഗ്രൂപ്പ്, ഇങ്ങോട്ടുള്ള ഒരു ഗ്രൂപ്പും തൗസൻഡ്സും 10,000s ഉള്ള ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് എന്നുള്ള ഫസ്റ്റ് ഗ്രൂപ്പും തൗസൻഡ്സും 10,000s ഉള്ള സെക്കൻഡ് ഗ്രൂപ്പും, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ 5 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്. Then the 5 digit number can be classified into two groups. ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ്? ഓൺസിന്റെ പീരീഡ് ആയിട്ടും അതുപോലെ തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഓൺസും ടെൻസും ഹൺഡ്രഡ്സിനെ കൂടെ ചേർത്ത് നമുക്ക് ഓൺസിന്റെ പീരീഡ്, ഓൺസിന്റെ പീരീഡ് ആയിട്ടും, ഇവിടെ ഈ തൗസൻഡ്സിനെയും 10,000സിനെയും കൂടെ ചേർത്ത് തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും ഡിവൈഡ് ചെയ്യേണ്ടി വരും. തൗസൻഡ്സ്. ഓക്കെ, അപ്പോ 5 ഡിജിറ്റ് നമ്പേഴ്സിനെ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളായിട്ട്, രണ്ട് പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓൺസും ടെൻസും ഹൺഡ്രഡ്സും അടങ്ങിയ ഓൺസിന്റെ പീരീഡ് ആയിട്ടും തൗസൻഡ്സും 10,000സും അടങ്ങിയിട്ടുള്ള തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും രണ്ട് പീരീഡ്സ്, രണ്ട് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ 5 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ 37 കഴിഞ്ഞ ഒരു ഫോം എഴുതിയിരിക്കുന്നത്. കണ്ടോ നമ്മൾ ഈ ഇതിനെല്ലാം ഒരു ഗ്രൂപ്പായിട്ടും ഇതിനെ വേറൊരു ഗ്രൂപ്പ് പീരീഡ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നോക്കിയേ, ടീച്ചർ ഇവിടെ ഞാൻ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പിക്ചർ തന്നെയാണ്. നിങ്ങൾ നോക്കി അവിടെ നമ്മുടെ ഈ 37,425 നമ്മൾ രണ്ട് പീരീഡ്സ് ആയിട്ട്, രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഓൺസിന്റെ പീരീഡ് ആയിട്ടും തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും. അവിടെ ഓൺസിന്റെ പീരീഡിൽ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. തൗസൻഡ്സിന്റെ പീരീഡ്സിൽ തൗസൻഡ്സും 10,000സും ഉണ്ട്. കണ്ടോ, ഓൺസിന്റെ പീരീഡിൽ വരുന്നത് ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സും, തൗസൻഡ്സിന്റെ പീരീഡിൽ തൗസൻഡ്സും 10,000സും വന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെ പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. ഓൺസിന്റെ അടുത്ത് അവിടെ 5, ടെൻസിന്റെ അടുത്ത് 2, ഹൺഡ്രഡ്സിന്റെ അടുത്ത് 4, തൗസൻഡ്സിന്റെ പീരീഡിൽ തൗസൻഡ്സ് 7, 10,000s 3. കണ്ടോ? ഓക്കെ, മനസ്സിലായോ? അപ്പോ 5 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ രണ്ട് പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺസിന്റെ പീരീഡ് ആയിട്ടും തൗസൻഡ്സിന്റെ പീരീഡ് ആയിട്ടും. ഓൺസിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഓൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു പീരീഡ് ഓൺസിന്റെ പീരീഡ് ആയിട്ട് മാറും. ഇവിടെ തൗസൻഡ്സും 10,000s കൂടെ ചേർന്ന് തൗസൻഡ്സിന്റെ വേറൊരു പീരീഡ് ആയിട്ട് മാറും. അങ്ങനെ രണ്ട് പീരീഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് നോക്കിക്കേ, അതാണ് നിങ്ങൾക്ക് അവിടെ ആദ്യം പറഞ്ഞ പ്ലേസ് വാല്യൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന എക്സ്പാൻഡഡ് ഫോം ആണ്. നമുക്കറിയാം 10,000നും 1000നും ഒക്കെ എത്ര സീറോസ് ഉണ്ടെന്ന് അറിയാമോ? ഓക്കെ, ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ്പാൻഡഡ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. അറിയില്ല എക്സ്പാൻഡഡ് ഫോം. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഒരു 5 ഡിജിറ്റ് നമ്പർ ആണ് 37,425 എന്നുള്ള 5 ഡിജിറ്റ് നമ്പർ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുത്തെ സംഖ്യ നോക്കി. ഇവിടെ ഏതാണ്? 3 ആണ് അല്ലേ? 3 നമ്മൾ അതുപോലെ ആണല്ലോ. 3 എന്ന് പറഞ്ഞാൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000. 10,000ന്റെ ബേസ് വാല്യൂ കിടക്കുന്നതാണ് ഈ 3 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതാണ് ടീച്ചർ എഴുതിയിട്ടുണ്ട് 10,000 അല്ലേ? 10,000 എന്ന് പറയുന്നത് 5 ഡിജിറ്റ് നമ്പർ ആണ്. 1 2 3 4 5 5 ഡിജിറ്റ് നമ്പർ അല്ലേ? ഈ 10,000ൽ എത്ര സീറോസ് ഉണ്ടോ നോക്കി. എത്ര സീറോസ് ഉണ്ട്? 1 2 3 4. എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ്. അപ്പോൾ ആ 4 സീറോസ് നമ്മൾ ഇവിടെ ഈ 3 ൽ കൂടെ ആഡ് ചെയ്യുക. 1 2 3 4. കണ്ടോ, 10,000ന്റെ പ്ലേസിൽ 3 ആയിരുന്നു. അതുപോലെ എഴുതി. 10,000 എന്നുള്ളതിന് 4 സീറോസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 സീറോസ് അതുപോലെ ഇവിടെ എഴുതി. പ്ലസ് 10,000 കഴിഞ്ഞ് അടുത്തത് 1000ന്റെ പ്ലേസ് വാല്യൂ അല്ലേ? 1000ന്റെ അടുത്ത് കിടക്കുന്നത് 7 ആണ്. ആ 7 അതുപോലെ എഴുതി. ഇനി 1000 എന്നുള്ളതിന്റെ ഓക്കെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. ഈ 1000 എന്നുള്ളത് എത്ര സീറോസ് ഉണ്ട്? 1 2 3. എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. ആ 3 സീറോസ് ഇവിടെ എഴുതുക. 1 2 3. ഓക്കെ, then പ്ലസ് അടുത്തത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഹൺഡ്രഡ്സിന്റെ അടുത്ത് കിടക്കുന്നത് 4 ആണ്. 4 എഴുതി. 100 എന്നുള്ളതിൽ എത്ര സീറോസ് ഉണ്ട്? 1 2. എത്ര ഉണ്ട്? 2 സീറോസ്. 2 സീറോസ് അതുപോലെ എഴുതി. ഓക്കെ, പ്ലസ് അടുത്തത് 4 കഴിഞ്ഞു. അടുത്തത് വൺസ്,
ടെൻസ് ടെൻസിന്റെ അടുത്ത് കിടക്കുന്നത് 2 ആണ്. 2 അതുപോലെ എഴുതി. 2ന്റെ എത്ര 2 എന്ന് പറഞ്ഞാൽ ടെൻസിന്റെ പ്ലേസ് ആണ്. 10ന് ഒരു സീറോയേ ഉള്ളൂ, അത് അതുപോലെ എഴുതി. പ്ലസ് അടുത്തത് വൺസിന്റെ പ്ലേസിൽ 5 ആണ്. 5 into 1 എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ this is the explained form of 37,425. ഓക്കേ, മനസ്സിലായോ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള ആക്ടിവിറ്റി ആണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ വേർഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? 37,425. അതറിയാവുന്നല്ലേ വേർഡിൽ എഴുതാനായിട്ട്? അറിഞ്ഞൂടെ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ 37,425 അബാക്കസ് ആണ്. അബാക്കസ് നിങ്ങളുടെ എക്സാമിന് പല രീതിയിൽ ചോദിക്കൊന്നുമില്ല, കാരണം നിങ്ങൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന കാര്യമായതുകൊണ്ട് എക്സാമിന് ചോദിക്കണം എന്നില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ടീച്ചറുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലോ? അതാണ് 37,425 എന്നുള്ളതിന്റെ പിക്ചറാണ് ടീച്ചറുടെ കാണിച്ചിരിക്കുന്നത്, കണ്ടല്ലോ? അപ്പൊ അവിടെ ആദ്യം നോക്കിയേ, വൺസ്, താഴെ ടെൻസ്, 100, 10,000, 1000, 10,000 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓൺസിന്റെ പ്ലേസിൽ നോക്കിക്കേ, ഒരു ഓറഞ്ച് കളറിലെ ബോൾ ആണ് അല്ലേ? എത്ര ബോൾ ഉണ്ട് അവിടെ? നോക്കിക്കേ, 1 2 3 4 5 അല്ലേ? അവിടെ എത്ര ബോൾ ഉണ്ട്? 5. സോ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് 5 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഓൺസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ടെൻസിന്റെ അടുത്ത് ഒരു ബ്ലൂ കളറിലെ ബോൾ ആണ് അല്ലേ? എത്ര ബോൾസ് ഉണ്ട്? 2 ബോൾസ് അല്ലേ? 2 ബോൾ അല്ലേ? അപ്പൊ അതിന്റെ മുകളിൽ 2 എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് 100ന്റെ അടുത്ത് റെഡ് കളറിലെ ബോൾ ആണ്. എത്ര ബോൾസ് ഉണ്ട്? 1 2 3 4 ബോൾസ് അല്ലേ? അപ്പൊ അതിന്റെ മുകളിൽ എത്ര എഴുതി? 4 എന്ന് എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് 1000ന്റെ പ്ലേസ് ആണ്. അവിടെ ഒരു വയലറ്റ് കളറിലെ ബോൾസ് ആണ്. എത്ര ബോൾസ് ഉണ്ട്? 1 2 3 4 5 6 7 എത്രയുണ്ട്? 7 ബോൾസ്. സോ ഏറ്റവും മുകളിൽ 7 എന്ന് അവിടെയും എഴുതി. ദെൻ ലാസ്റ്റ് 10,000ന്റെ പ്ലേസിൽ നോക്കുമ്പോൾ ഗ്രീൻ കളർ ബോൾസ് ആണ്. അവിടെ എത്ര ബോൾ ഉണ്ട്? 1 2 3 ബോൾ അല്ലേ? അപ്പൊ അതിന്റെ മുകളിൽ 3 എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾ ആ മുകളിലുള്ള സംഖ്യകളൊക്കെ നോക്കിക്കേ, നമ്മുടെ 37,425 എന്നുള്ള നമ്മുടെ 5 ഡിജിറ്റ് തന്നെ നമുക്ക് വന്നില്ലേ? വന്നു. അപ്പൊ അബാക്കസ് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ അതിന്റെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ നമ്മുടെ പ്ലേസ് വാല്യൂ ഓഫ് 5 ഡിജിറ്റ് നമ്പർ ആണ് പറഞ്ഞത്. 5 ഡിജിറ്റ് നമ്പറിനകത്ത് നമ്മൾ പറഞ്ഞു, നമ്മുടെ 5 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സും കൂടി ചേർത്തിട്ട് വൺസിന്റെ പീരീഡ് ആയിട്ടും 1000ഉം 10,000ഉം കൂടെ ചേർത്ത് 1000ന്റെ പീരീഡ് ആയിട്ടും 2 പീരീഡ്സ് ആയിട്ടാണ് നമ്മൾ 5 ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത്, ആണല്ലോ? പിന്നെ എക്സ്പാൻഡഡ് ഫോം അതിനകത്ത് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ 5 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10,000 തുടങ്ങും. 10,000ന്റെ 0 എത്രയാണ്? 4 zeros. Then 1000ന്റെ 3 zeros. Then 100 2 zeros. Then 10 1 zero. അപ്പോൾ അത് പുറത്ത് വെക്കും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ നോക്കിക്കേ, പേജ് നമ്പർ 100 എക്സസൈസ് 1.1 കണ്ടോ? അതിനകത്തെ നോക്കിക്കേ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള ആ നമ്പറിന്റെ നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളായിരിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ റൈറ്റ് ദ നമ്പർ നെയിംസ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ്, റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പർ നെയിംസ്. തന്നിരിക്കുന്ന അവിടെ നെയിം ആണ്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പറിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന അബാക്കസ്, റൈറ്റ് ദ നമ്പർ റെപ്രസെന്റിംഗ് ബൈ ദ അബാക്കസ്. കണ്ടോ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, അതിനകത്തെ ആദ്യത്തെ എക്സസൈസ്, അതായത് നോക്കി മൂന്നാമത്തതിനകത്ത് ആദ്യത്തെ എ നോക്കിക്കേ, ടീച്ചർ കാണിച്ചു തരാം. അവിടെ നോക്കി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓൺസിന്റെ പ്ലേസിൽ ഒരു വയലറ്റ് കളറില് 2 ബോൾസ് ആണല്ലേ? 1 2. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ എത്ര എഴുതണം? 2 എന്ന് എഴുതുക, കണ്ടല്ലോ? ടെൻസിന്റെ പ്ലേസ് നോക്കിക്കേ, അവിടെ ഒരു ബോൾ എഴുതുക അല്ലേ? ഏതെങ്കിലും ബോൾ ഉണ്ടോ? എന്തെങ്കിലും ബോൾ നിങ്ങളുടെ ടെക്സ്റ്റ് വല്ല ഉണ്ടോ? ബോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? ഒന്നുമില്ല. അപ്പൊ അതിനകത്ത് എന്താ? 0. സോ അവിടെ മുകളിൽ 0 എന്ന് ഇല്ല.
അത് കഴിഞ്ഞിട്ട് ഹൺഡ്രഡ്സിന്റെ പ്ലേസ് നോക്കുമ്പോൾ അവിടെ ഒരു ഓറഞ്ച് കളറിലെ ബോൾ ആണ്. എത്ര ബോൾ ഉണ്ട്? ഒരു ബോൾ ഉണ്ട് അല്ലേ, ഒറ്റ ബോൾ ഉണ്ട്. അപ്പൊ അവിടെ മുകളിൽ എന്ത് ഇടാം? 1 എന്ന് ഇടാം. അത് കഴിഞ്ഞിട്ട് തൗസൻഡിന്റെ പ്ലേസ് നോക്കുമ്പോൾ അവിടെ റെഡ് കളറിലെ എത്ര ബോൾ ഉണ്ട്? 3 ബോൾസ് അല്ലേ, 1 2 3 ബോൾസ്. അപ്പൊ അവിടെ മുകളിൽ 3 എന്ന് ഇടാം. 10,000ന്റെ പ്ലേസ് നോക്കുമ്പോൾ 4 ബോൾ, 1 2 3 4 ഗ്രീൻ കളറിലെ 4 ബോൾസ് ആണല്ലോ. അപ്പൊ അവിടെ മുകളിൽ എത്ര എഴുതാം? 4 എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കിക്കേ എത്ര വന്നോ? 43,102 എന്ന് പറയുന്ന 5 ഡിജിറ്റ് നമ്പർ വന്നു. 43,102 43,102 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അപ്പൊ അതുപോലെ ബിയും സിയും ഡിയും ഒന്ന് ചെയ്യുക. എളുപ്പമാണ് കേട്ടോ, നിങ്ങൾക്ക് പഠിച്ച കാര്യമാണ് ഇത്. ആദ്യം നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ മാത്സിന്റെ പറഞ്ഞ ഹോംവർക്ക് ഒക്കെ നിങ്ങൾ